അദ്ദേഹം ഒരു റിപ്പോർട്ട് തേടിയിരുന്നു നേരത്തെ ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട്. പക്ഷേ സർക്കാർ ഇതുവരെ അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അതായിരുന്നു കൂടിക്കാഴ്ചയുടെ അതല്ല, അത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഒരു ഗവർണർ എന്ന നിലക്ക് അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ അദ്ദേഹത്തിന് ആരും അറിവ് നൽകിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ചില കാര്യങ്ങൾ, നാടിൻ്റെ എന്താ പറയുക ഒരു സുരക്ഷ എന്ന നിലക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ചില തെളിവുകൾ അദ്ദേഹം ഇപ്പോൾ DGPയും ചീഫ് സെക്രട്ടറിയും വിളിപ്പിച്ചു. പക്ഷെ അവർ പോകേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അല്ല, അത് അവർ തമ്മിലാവട്ടെ. ഞാൻ ചില കാര്യങ്ങൾ പറയാനുണ്ടത് നാളെ പറയാൻ കഴിയും. ഒരു ഇൻഫർമേഷൻ കൂടി അതുമായി ബന്ധപ്പെട്ട് വരാനുണ്ട്. അത് നാളെ നിങ്ങളുടെ മുന്നിൽ അത് ക്ലിയർ കട്ടായിട്ടത് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ. നാട് നേരിടുന്ന ചില ഭീഷണികൾ, അതിൻ്റെ എനിക്കറിവുള്ള ചില കാര്യങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തത് എൻ്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന എൻ്റെ വിശ്വാസം അത് അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പൊളിറ്റിക്കലായിട്ട് ഇത് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം എപ്പോഴും ഗവർണറിനെ ഒരു RSS ഏജന്റായിട്ടാണ് സർക്കാർ വിശേഷിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സ്വതന്ത്ര MLA എന്ന നിലക്ക് ഒരു സ്വതന്ത്ര ഭരണകർത്താവായിട്ടുള്ള ഗവർണറെടുത്ത് എൻ്റെ ബാധ്യത ഞാൻ നിറവേറ്റി അദ്ദേഹത്തോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ സ്റ്റെപ്സ് എടുക്കേണ്ടത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. അല്ല, ഞാൻ എപ്പോഴും ശുഭത്തി വിശ്വാസക്കാരനാണല്ലോ, അറിയാലോ. നിങ്ങൾ തുടക്കുമ്പോഴേ തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയാണ്. ഞാൻ എന്നും പോസിറ്റീവാണ്, എന്നും പോസിറ്റീവാണ്. നാളെ അങ്ങനെ ആയിരിക്കും. ഈ കാര്യത്തിൽ ഞാൻ പോസിറ്റീവാണ്. നല്ല സമീപനമായിരുന്നു. നല്ല വണ്ടിപ്പരിപ്പും ചായയൊക്കെ തന്നു. നല്ല നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളൊരു സ്പെഷ്യൽ മിക്സർ ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ്. അതെ, അത് കഴിച്ചു. അല്ല, അത് ഞാൻ പറയാം, നാളെ പറയാം. ഞാൻ നാളെ പറയാൻ പറ്റാത്തതുകൊണ്ട് നാളെ പറയാൻ പറ്റുന്നതുണ്ട്. ഇപ്പോൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പുതിയ പ്രസ്ഥാനത്തിന് തെക്കൻ കേരളത്തിലേക്കും ഒരു വ്യാപിപ്പിക്കും. ഇത് ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കണമെന്ന ആഗ്രഹം. കേരളത്തിൽ നിൽക്കരുത്, സ്റ്റേറ്റ് കടന്ന് ക്ലോസ് ചെയ്ത് പോകണമെന്നാണ് DMKയുടെ ലക്ഷ്യം തന്നെ. കേരളത്തിൽ എന്തായാലും ഫുള്ളായിട്ടുണ്ട്. പലതരത്തിലല്ല, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അല്ല, അതൊക്കെ അതിൽ വരും, അതെല്ലാം ഇതിൽ വരും. അതെ, ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയതാണ്. അല്ല, അത് അദ്ദേഹത്തിന് ഇപ്പം അങ്ങനെ ഉറപ്പ് പെട്ടെന്ന് തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കണ്ടേ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടേ. അതെ, ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി ചില തെളിവുകൾ ഇനി ഗവർണറിലേക്കാണ് കൈമാറുന്നത്. കാരണം ഈ നിയമസഭയിലെ സീറ്റിന്റെ കാര്യത്തിൽ എന്താണ് തുടർന്ന്? സീറ്റിന്റെ കാര്യത്തിൽ എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിട്ട് പാർട്ടിയുടെ പാർലമെന്ററി സെക്രട്ടറി TP രാമകൃഷ്ണൻ അദ്ദേഹം സ്പീക്കറെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ പ്രതിപക്ഷ ബ്ലോക്കിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഞാൻ ഇൻഡിപെൻഡൻ്റാണ്. ഞാൻ ആരുടെയും ഊരയിൽ കയറിയിരിക്കുന്നവനല്ല. എന്നെ പാർലമെന്ററി പാർട്ടിയിൽ അതിനെ ഉൾപ്പെടുത്തി അവരെ കൂടെ നിന്നു. ഇപ്പോൾ പുറത്താക്കിയപ്പോൾ പിന്നെ ഞാൻ എവിടെ ഇരിക്കണമെന്നുള്ളത് ഞാനാ തീരുമാനിക്കേണ്ടത്. ഞാൻ പ്രതിപക്ഷത്തിരിക്കണമെന്ന് തീരുമാനിക്കാൻ ഈ പറയുന്ന LDFൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡർക്കോ സ്പീക്കർക്കോ അതിന് അവകാശമില്ല. അതെൻ്റെ അവകാശമാണ്. ആ അവകാശം വെച്ചുകൊണ്ടാണ് ഞാൻ ലെറ്റർ കൊടുത്തിരിക്കുന്നത്. ആ ലെറ്ററിൻ്റെ മറുപടി ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ വന്നിട്ടില്ല. നോക്കാം, അല്ലെങ്കിൽ നാളെ നമുക്ക് കാണാം. പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുന്ന കാര്യത്തിൽ സ്പീക്കറിന്റെ തീരുമാനമായിരിക്കുമല്ലോ അന്തിമ പ്രകടനം. അതെ, സ്പീക്കർക്ക് ഈസി ആയിട്ട് എന്താ ബ്ലോക്ക്, അവിടെ ഒരു പുര വെച്ച് കെട്ടൊന്നും വേണ്ടല്ലോ. അല്ല, അസംബ്ലിക്കകത്ത് വലിയൊരു പുര വെച്ച് കെട്ടി PV Anwar അതിൻ്റെ അകത്ത് ആ ബ്ലോക്കിൻ്റെ അകത്താക്കേണ്ട പണിയൊന്നും സ്പീക്കർ എടുക്കണ്ട. സ്പീക്കർ ജസ്റ്റ് ഇൻഫോം ചെയ്യേണ്ട ഞാൻ ഇൻഡിപെൻഡൻറ്റ് ബ്ലോക്കാന്ന് ഒരു വരി ഇപ്പം എനിക്ക് തന്ന ലെറ്ററിൽ എഴുതിയാൽ മതി. അതില്ല, അതാ പറയുന്നത്. അല്ലല്ല, കത്തിൽ അങ്ങനെയാണല്ലോ. എന്നാൽ മാറ്റി തരട്ടെ, ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്, അതിന് മറുപടി തരട്ടെ. ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, നിങ്ങൾ പ്രതിപക്ഷ ബ്ലോക്കിലല്ല, നിങ്ങൾ ഇൻഡിപെൻഡൻറ്റ് ബ്ലോക്കിലാന്ന്, അതിന് മറുപടി തരട്ടെ. വിഷയം തീർന്നു. അതൊന്നൊക്കെ ഒന്നും പറയാനായിട്ടില്ല. എവിടെയെങ്കിലും ഇരിക്കണമല്ലോ, നമുക്ക് നാളെ തീരുമാനിക്കാം. അല്ല, നോക്ക സഭയിലോ വെളിയിലോ എവിടെയെങ്കിലൊക്കെ. ഇനിയിപ്പം അതിൻ്റെ മുകളിലും കയറി ഇരിക്കാമല്ലോ, എവിടെ വേണമെങ്കിൽ കയറി ഇരിക്കാം. നമുക്ക് നാളെ തീരുമാനിക്കാം. അല്ല, നോക്കാൻ നോക്കുന്നത്
നമ്മൾ ഇപ്പോൾ 2 ചർച്ചകൾ കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ഇന്നലെ ഇപ്പം അടിയന്തര പ്രമേയത്തിന് ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷം കൊടുക്കുന്ന ചോദ്യങ്ങളുടെ സ്റ്റാർ പോലും വെട്ടിപ്പോവുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യത്തിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ നമുക്ക് നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം. വി വിൽ എക്സ്പ്ലെയിൻ യു ടുമോറോ. സർക്കാരിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണോ ഗവർണർ സമീപിച്ചത്? തീർച്ചയായിട്ടും. ഒരു രക്ഷ എന്നാണ്. അല്ല, അദ്ദേഹത്തെ അറിയിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ജുഡീഷ്യറി ഉണ്ട്, അതിൻ്റെ മുകളിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉണ്ട്. എല്ലാ വഴികളും ഞാൻ തേടും. അത് ഈ രേഖാമൂലമാണോ അറിയിച്ചത് ഗവർണറെ? അതെ അതെ, അത് കുറച്ച് കഴിഞ്ഞാൽ പറയും ഞാൻ. ഇത് അവിടെ LDF എന്നല്ല പോയതെന്ന് അവർ പറയട്ടെ, അപ്പം ചെയ്ത ആളെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം രാഷ്ട്രപതിക്ക് ഒരു വോട്ട് മാറി ചെയ്തിട്ടുണ്ട്, മാറിയില്ല, പർപ്പസ്ഫുള്ളി മാറ്റി ചെയ്തിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് പോയതെന്ന് എനിക്കറിയാം. അതെന്താ പിന്നെ പറയാത്ത? അല്ല, അത് പറയാൻ അങ്ങനെ എന്തൊക്കെ പറയാനുണ്ട്. ഇതെല്ലാം കല്യാണം പെട്ടെന്ന് ഡൈവോഴ്സായ പിറ്റേന്ന് തന്നെ എല്ലാം പറയാൻ പറ്റുമോ? അത് ചെറിയൊരു മര്യാദ നമ്മൾ കാണിക്കണ്ടേ? ഡൈവോഴ്സ് ആയതിനെ പിറ്റേന്ന് എല്ലാം പിടിച്ച് പറയാൻ പറ്റുമോ? ഇപ്പം ഡിവോഴ്സ് ആയിട്ടല്ലേ ഉള്ളൂ. അല്ല, ഇപ്പം ഡിവോഴ്സ് ആയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാന്ന്. എനിക്കിതിൽ തിരക്കില്ല എന്ന് പറഞ്ഞില്ലേ? അത് സി മന്ദപുത്രനല്ലേ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം. സി മന്ദപുത്രൻ ഇപ്പോഴും ഇവിടെ തന്നെയാണല്ലോ.